ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോഷ്യലിൻ്റെയും കെമിസ്ട്രിയുടെയും ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേഗം കാണണേ. നമ്മുടെ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു കഴിഞ്ഞ ഇതിൽ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുമോ. ഇതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞേ മിസ്സേ കുഞ്ഞി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, നമുക്കെന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വലിയ ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ ഏഴാമത്തെ ക്വസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഇച്ചിരി കുറേയൊന്നും വേണ്ട, ഇച്ചിരി ഐഡിയ വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. റെഡിയാണോ നിങ്ങൾ ചെയ്യാനേ? ഓക്കെ, അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് മനസ്സിലായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എനിവേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. റെഡിയാണോ? അപ്പോൾ ഒരുമിച്ച് വായിക്കണേ. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rates 7% and 6%. ആ പേഴ്സൺ ഞാനാന്ന് വിചാരിച്ചോ. ഓക്കെ, എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. എത്രയുണ്ട്? 1,00,000 രൂപയുണ്ട്. ഓക്കെ, ഞാൻ ആ കാശ് 2 സ്ഥലത്തായിട്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, അങ്ങനെ ഞാൻ പറയാം. 2 ബാങ്ക് ഉണ്ട്. ഒരു ബാങ്കിൽ എനിക്ക് 7% രൂപ 7% പലിശ കിട്ടും. വേറെ ബാങ്കിൽ എനിക്ക് 6% രൂപ പലിശ കിട്ടുമെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു? 1,00,000 രൂപ. അത് ഞാൻ 2 ബാങ്കിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. ചെയ്തോട്ടെ? ഓക്കെ, ഒരു ബാങ്കിലേക്ക് എത്ര പലിശയായിരുന്നു? 7%. അപ്പുറത്തെ ബാങ്കിൽ 6% ആണ് പലിശ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേ ആഫ്റ്റർ 1 year they got 6,750 rupees as interest from both these together. എന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പം 2 ബാങ്കിലും കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2% പലിശയും കൂടി. മനസ്സിലായില്ലല്ലോ? ഓക്കെ, ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അവിടുന്ന് എനിക്ക് പലിശ വന്നു, അപ്പുറത്തെ ബാങ്കിൽ നിന്നും പലിശ വന്നു. ആ പലിശ ഞാൻ കൂട്ടി നോക്കിയപ്പം ടോട്ടൽ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് അറിയോ? 6,750 rupees ഉണ്ട്. ആ 2 ബാങ്കിൽ നിന്നും കിട്ടിയ പലിശ ഞാൻ ആഡ് ചെയ്തപ്പം എൻ്റെ എത്ര രൂപയുണ്ട്? 6,750 രൂപയുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പം. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ബാങ്കിലും കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബാങ്കിൽ ഞാൻ എത്രയാണ് 1,00,000 നിന്ന് ഡെപ്പോസിറ്റ് ചെയ്തത്, രണ്ടാമത്തെ ബാങ്കിൽ ആ 1,00,000 രൂപയിൽ നിന്ന് എത്രയാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചിലപ്പം ആദ്യത്തെ ബാങ്കിൽ കുറച്ചാവും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അപ്പുറത്തെ ബാങ്കിൽ ചിലപ്പോൾ കുറേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയണ്ട, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എത്രയാണ് ഞാൻ ഒരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ടോട്ടൽ സംഖ്യ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ എത്ര രൂപയാണ് ആ 1,00,000 രൂപയിൽ നിന്ന് ഓരോ ബാങ്കിലും കൊണ്ട് അടച്ചത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായി വായിക്കാം. നിങ്ങൾ എക്സാമിന് പോയാലും ക്വസ്റ്റ്യൻ എത്ര വട്ടം വായിക്കണം? ഒരു വട്ടം വായിക്കും അല്ലേ? ഒരു വട്ടം വായിച്ചപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായില്ല, 2 വട്ടം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഒരു വട്ടം വായിക്കും, അപ്പോൾ അത് ആർക്കായാലും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. വീണ്ടും വായിക്കണം. വീണ്ടും വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും, ഇത് നമ്മൾ ആ യൂട്യൂബ് ക്ലാസ്സിൽ കണ്ടതാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ഞാൻ അത് എഴുതി കാണിക്കാവേ. ഞാൻ എഴുതിയില്ല, ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം? ഒരു റഫ് ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതി നോക്കണം. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. I=P/N/R. അതാണ് ഇക്വേഷൻ. നമുക്ക് അടയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത, ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തു എന്ന്, ആ എമൗണ്ട് ആണ് നമ്മുടെ P. ഓക്കെ, പിന്നെ എത്ര കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അത് നമ്മൾ N ആക്കി എടുക്കും അല്ലേ? പിന്നെ എത്ര ശതമാനമാണ് പലിശ? നമ്മുടെ ക്വസ്റ്റ്യനിൽ 7%, 6% എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ 6. ഈ 3 വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. I=P/N/R. എന്താണ് I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് അടക്കം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? 6,750 തന്നില്ലേ? അതാണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ്. I നമുക്കറിയാം, P നമുക്ക് അറിഞ്ഞുകൂടാ. P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര നമ്മൾ ബാങ്കിൽ അടച്ചു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുക. ഈ PNR എന്ന് പറഞ്ഞാൽ എന്താണ്? P ഇൻറ്റു N ഇൻറ്റു R അല്ലേ? അത് നമുക്കറിയാം അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ബാങ്കിൽ ഞാൻ പോയിട്ട് P1 തുക നിക്ഷേപിച്ചു. P1 സംഖ്യ, P1 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ഒന്നാമത്തെ ബാങ്കിൽ പോയി അടച്ച സംഖ്യയാണ്. P2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ ബാങ്കിൽ പോയി അടച്ച സംഖ്യയാണ് P2. ഓക്കെ, അപ്പൊ P1ഉം P2 അറിയാലോ. ഇത് രണ്ടും കൂട്ടി എത്രയാണ്? ഞാൻ ആദ്യത്തെ ബാങ്കിൽ അടച്ച തുകയും രണ്ടാമത്തെ ബാങ്കിൽ അടച്ച തുകയും കൂട്ടി എത്ര രൂപ കിട്ടും എന്ന് ആലോചിച്ച് പറഞ്ഞു വേക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതാണ്. പറഞ്ഞേ. 1,00,000 രൂപയല്ലേ? 1,00,000 രൂപയല്ലേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാമത്തെ ബാങ്കിൽ ഞാൻ അടച്ച തുകയും രണ്ടാമത്തെ ബാങ്കിൽ അടച്ച തുകയും കൂടി കൂട്ടി 1,00,000 രൂപയല്ലേ? അതൊക്കെ അറിയാം, ഞാൻ വെറുതെ ചോദിച്ചതാണേ. ഓക്കെ, നമുക്കതല്ല നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് പലിശ എത്രയെന്ന് അറിയാം അല്ലേ? എങ്ങനെ അറിയാം പലിശ? ഒരു കൊല്ലം കഴിഞ്ഞപ്പം 2 ബാങ്കിൽ നിന്നും കൂടി കിട്ടിയ പലിശ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 6,750 രൂപയാണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പലിശ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതല്ലേ? ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് കിട്ടേണ്ട പലിശ പ്ലസ് രണ്ടാമത്തെ ബാങ്കിൽ നിന്ന് കിട്ടേണ്ട പലിശ കൂടിയാൽ എത്ര കിട്ടും? 6,750 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ പലിശയുടെ ഇക്വേഷൻ രണ്ടിലിട്ട് കൊടുത്തിട്ട് ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടണം? 6,750 കിട്ടണം. വെരി സിമ്പിൾ, നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. P1 നമുക്കറിയോ? ഇല്ല. P2 നമുക്കറിയോ? ഇല്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം. P1 അറിയില്ല. ഈ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ബാങ്കിന്റെ പലിശയാണ് ഈ ഇക്വേഷനിൽ. അപ്പൊ ആദ്യത്തെ ബാങ്കിൽ നമ്മൾ അടച്ച തുക P1 നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ എത്ര കൊല്ലത്തേക്കാ? ക്വസ്റ്റ്യനിൽ പറയേണ്ട ഒരു കൊല്ലത്തേക്ക് അല്ലേ? ആദ്യത്തെ ബാങ്കിൽ എത്ര പലിശയായിരുന്നു? 7%. അപ്പൊ P1 ഇൻറ്റു 1 ഇൻറ്റു 7%. 1 എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊല്ലത്തേക്കാണ് അടച്ചത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, അതാണ് 1. അവിടെ 2 കൊല്ലമാണെങ്കിൽ അവിടെ നമ്മൾ 2 എഴുതും. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇത് നോക്കിയേ, ഇതെന്താണ്? രണ്ടാമത്തെ ബാങ്കിൽ ഞാൻ പോയി അടച്ചതിന്റെ പലിശ കാണേണ്ടത് ഇങ്ങനെയാണ്. P2 രണ്ടാമത്തെ ബാങ്കിൽ ഞാൻ കൊണ്ട് അടച്ച തുക ഒരു കൊല്ലത്തേക്ക് 1, അവിടുത്തെ പലിശ 6%. ക്ലിയർ? ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 6,750 റുപ്പീസ് കിട്ടും എന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ഈ പെർസെൻറ്റേജ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്യണം അല്ലേ? അപ്പൊ എനിക്ക് പെർസെൻറ്റേജ് വേണോ? നമുക്ക് വേണ്ട, പെർസെൻറ്റേജ് നമുക്ക് കളയണം. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ആ പെർസെൻറ്റേജ് പകരം ഡിവൈഡഡ് ബൈ 10 ചെയ്തു. എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 10 ചെയ്തു. പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, P1 ഇൻറ്റു 1 ഇൻറ്റു 7 ഇതന്നെ, ജസ്റ്റ് ഇതന്നെ എടുത്ത് എഴുതി. ആ പെർസെൻറ്റേജിന് പകരം എന്ത് എഴുതി? ഡിവൈഡഡ് ബൈ 100 എന്നും ജസ്റ്റ് എഴുതി. ഓക്കെ, അപ്പൊ അതന്നെ നമ്മൾ എടുത്ത് എഴുതിയേ. ആൻസർ എന്ത് കിട്ടും? 6,750. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇൻറ്റു ചെയ്യാൻ പോവാണ്. 1 ഇൻറ്റു 7 എന്താണ്? 1 ഇൻറ്റു 7 7 അല്ലേ? അപ്പൊ നമുക്ക് 7 ഉണ്ട്, P1 ഉണ്ട്. അപ്പൊ 7 P1. ഇവിടെയോ 1 ഇൻറ്റു 6 6. അപ്പൊ 6 P2 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 7 P1 പ്ലസ് താഴെ എടുത്ത് എഴുതി 6 P2. രണ്ടിലും ഡിവൈഡ് ബൈ 100 ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടിനും കോമൺ ആയിട്ട് വരച്ചിട്ട് രണ്ടിനും 100 എന്ന് മാത്രം എഴുതി. അങ്ങനെ നമുക്ക് ചെയ്യാം. രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടിനും കൂടി ഒരുമിച്ച് വരച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതെത്രയാണ്? 6,750 ആണ്. ഓക്കെ, ഇനി ഡിവിഷൻ വന്നാൽ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുന്ന ഞാൻ പറഞ്ഞേ? ഇൻറ്റു ആവും. ഇവിടെ ഇൻറ്റു വന്നാൽ ഇവിടെ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. പക്ഷെ ഇവിടെ ഡിവിഷൻ അല്ലേ, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവില്ലേ? അതാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് ഇൻറ്റു ആയി പോയി. ഇവിടെ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട് 7 P1 പ്ലസ് 6 P2 ഇസ് ഈക്വൽ ടു 6,750. നമുക്കറിയാവുന്ന തുക ഇൻറ്റു 100. ഓക്കെ, ഇത് നമുക്ക് ചെയ്താൽ ഇത് ഇങ്ങനെ കിട്ടും. ഇൻറ്റു വെറും നിങ്ങൾ ഈ ഇൻറ്റു എന്നിരുന്ന് ചെയ്യരുതിട്ടാ. ഇത് എത്ര 0 ഉണ്ട് നോക്കുക. എത്ര 0 ഉണ്ട്? 2 0. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ആൻസർ ആയി.
നിങ്ങൾ പോയി ഇരുന്ന് ഇൻറ്റു 100 ഒന്നും ചെയ്യണ്ട. ഇൻറ്റു 10 ആയിരുന്നെങ്കിലോ അപ്പോൾ ഒരു സീറോ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസറിൽ ഒരു സീറോ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ കിട്ടിയോ പറഞ്ഞേ? നമ്മുടെ ആൻസർ കിട്ടിയോ? ഇത്രയുള്ള നമ്മുടെ ആൻസർ അല്ല. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് P1ഉം P2ഉം കിട്ടണം. ഇപ്പോഴും നമുക്ക് P1ഉം P2ഉം കിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്? യെസ്. അപ്പം ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 7P1 + 6P2 എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. 6,75,000 rupees ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇതേ ഞാനിവിടെ 1 എന്നിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? P1ഉം കണ്ടുപിടിക്കണം, P2ഉം കണ്ടുപിടിക്കണം. ഇതെന്താണ് ഞാൻ ഗിവൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഒന്നാമത്തെ ബാങ്കിൽ അടച്ച തുകയും രണ്ടാമത്തെ ബാങ്കിൽ അടച്ച തുകയും എന്ന് വെച്ചാൽ P1ഉം P2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു ആദ്യം? 1,00,000 രൂപയല്ലേ? അത്രയാണ് നമുക്ക് അറിയുന്ന കാര്യമല്ലേ? അതെ, നമുക്കറിയാം അല്ലേ? അത് ഞാനിവിടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം അതാണ് ഞാൻ ഗിവൺ എഴുതി. നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ അല്ല ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്ന 2 കാര്യം എഴുതി. നമ്മുടെ ആൻസറിലേക്ക് എത്താറായേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞേ? P1 + P2 1 lakh എന്ന് പറഞ്ഞു അല്ലേ? ഇനി നോക്കിയേ, നമ്മൾ P1 മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ നമുക്ക് P2 അപ്പുറത്തേക്ക് കൊണ്ടുകൂടെ? അപ്പോൾ നമുക്ക് P1 എന്താണെന്ന് അറിയില്ലേ? നമുക്ക് P1ഉം P2ഉം കണ്ടുപിടിക്കണ്ടേ? അപ്പം എന്തായാലും P2നെ ഇവിടുന്ന് എടുത്ത് മാറ്റിയാലല്ലേ നമുക്ക് P1 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ P2നെ എടുത്ത് കളയാൻ പോവാണ്. കളയല്ല, അപ്പുറത്തെ സൈഡിലൂടെ ഇടാൻ പോവാ. അപ്പം ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ പ്ലസ് അല്ലേ? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പം P1 = 1 lakh മൈനസ് P2. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇടുവാന്ന് വിചാരിക്കുക. കാരണം എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമുക്കൊരു സംഭവം മാത്രമേ വേണ്ടൂ. ഈ P2നെ നമുക്ക് അപ്പുറത്തേക്ക് കളയല്ല, അപ്പുറത്തേക്ക് ഇടണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? പ്ലസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ ഈ മറ്റേ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. ഈ 4 കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിത് കൺഫ്യൂഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടി ഇല്ലേ? P1 = 1 lakh മൈനസ് P2. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഇല്ലേ? 7P1 + 6P2 = 6,75,000. അതിലോട്ട് നമ്മളിപ്പോൾ P1 കണ്ടുപിടിച്ചില്ലേ? P1 എങ്ങനെ കണ്ടുപിടിച്ചേ? P1നെ മാത്രം ഇവിടെ നിർത്തി P2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ P1 കണ്ടുപിടിച്ചില്ലേ? ആ P1 ഇവിടെ കൊടുത്താൽ നമുക്ക് P2 കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ആ P1ന്റെ സ്ഥാനത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തു 1 lakh മൈനസ് P2. ഈ സംഭവം ഞാൻ P1ന്റെ അവിടെ ഇട്ട് കൊടുത്തു. 7 ഇൻറ്റു അത് ഫുൾ വലിയതായതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്ലസ് 6P2 = നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 1 ആണ് ഞാൻ അത് എഴുതിയേക്കണേ, വേറെ ഒന്നല്ല. ഓക്കെ, ഇങ്ങനെ ബ്രാക്കറ്റിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിൻ്റെ അർത്ഥം ഇൻറ്റു ചെയ്യണമെന്നാ. അപ്പം ഈ 7 കൊണ്ട് ഇതിനെയും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഞാൻ ആദ്യം ഇതിന് ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 7 lakh എന്ന് കിട്ടി. നിങ്ങളിത് ഫുൾ ഇൻറ്റു ചെയ്യാൻ നിൽക്കുകയാണോ? അല്ല, ഈ സീറോസ് എത്ര ഉണ്ട്? അത്ര സീറോ തന്നെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എത്ര സീറോ ഇവിടെ ഉണ്ട്? 5. ഇവിടെയും 5 സീറോസ്. ഓക്കെ, അല്ലാണ്ട് ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത് കേട്ടാ. ഓക്കെ, ഇനി 7 കൊണ്ട് ഇതിനെ മാത്രമേ ഇപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന് ചെയ്യണ്ടേ? ഇതിന് ഇൻറ്റു ചെയ്തപ്പോൾ എന്താ കിട്ടി? 7P2 എന്ന് കിട്ടി. 7 × P2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. പ്ലസ് ഇതങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതാം 6P2. ഇതും അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 6,75,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഈ P2 ഇതിലും P2, അപ്പം എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ മാത്രം അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ട് ഈ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാ. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഈ P2കളൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാൻ പോവാം. കൊണ്ടായാലോ നമുക്ക്? ഓക്കെ, നമുക്ക് P2 എന്ന് സെപ്പറേറ്റ് കിട്ടണ്ടേ? നമ്പേഴ്സ് നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരാം, കാരണം നമുക്കിത് മൈനസ് ചെയ്യാലോ. അപ്പോൾ യെസ്, ഈ 7P2നെ നമ്മൾ
അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം -7p2 അല്ലേ, അപ്പോൾ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +7p2 ആവും. പ്ലസ് ഒന്നും നിങ്ങൾ എഴുതണ്ട, 7p2 എഴുതി. ഇനി നോക്കിയേ, പ്ലസ് ആയിട്ടുള്ള 6p2 ആണ്. പ്ലസ് ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് എന്തൊക്കെയാണ്? 7p2 - 6p2 ആണ്. ഓക്കെ. ഇനി ഇവിടെ എന്ത് വരും? ഈ 6,000 ഞാൻ 6,000 എന്നാ പറയണേ അല്ലേ, 6,75,000 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? മൈനസ്, കാരണം ഇവിടെ പ്ലസ് ആണല്ലോ. നമ്മളെ പ്ലസ് ആണെങ്കിലും പ്ലസ് ഇടില്ല, അതിന്റെ അർത്ഥം പ്ലസ് എന്നാണ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോ എന്താവും? അത് മൈനസ് ആവും. ഇത് മൈനസ് ചെയ്യാൻ അറിയില്ലേ? മൈനസ് ചെയ്യാനേ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 ആൻസർ കിട്ടും. നോക്കിയേ, ഈ P2 മിഠായിയാന്ന് വിചാരിക്കേ. 7p2 6p2 മൈനസ് ഇത് എത്ര കിട്ടും? 7 മിഠായി 6 മിഠായി മൈനസ് എത്ര കിട്ടും? 1 മിഠായി അല്ലേ, 1 P2. അപ്പം P2 നമുക്ക് കണ്ടുപിടിച്ചു. നമ്മുടെ ആൻസർ കഴിഞ്ഞു. P2 നമ്മൾ കണ്ടുപിടിച്ചു. P2 എത്രയാണ്? 25,000 rupees ആണ് നമ്മുടെ P2. ഓക്കെ. എനിക്കിടയ്ക്ക് ഈ നമ്പേഴ്സ് പറയുമ്പം അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണേ. ഓക്കെ. അപ്പം P2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 25,000 rupees കിട്ടി. ഇനി നമുക്ക് P2 നമുക്ക് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ P1 നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഒന്നാമത്തെ ബാങ്കിൽ അടച്ച സംഖ്യ കിട്ടണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ തുകയിൽ നിന്ന് രണ്ടാമത്തെ ബാങ്കിൽ അടച്ച തുക മൈനസ് ചെയ്താൽ പോരെ? മതി. ഓക്കെ. എൻ്റെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് എത്രയാണ്? 1,00,000 രൂപ. അതിന്ന് ഞാൻ രണ്ടാമത്തെ ബാങ്കിൽ അടച്ചത് 25,000 രൂപയാണ്, 25,000. അത് മൈനസ് ചെയ്തപ്പോൾ ഒന്നാമത്തെ ബാങ്കിൽ അടച്ച തുക കിട്ടി. ബാക്കി എത്രയാണ്? 75,000 rupees. അപ്പം നമ്മൾ ഒന്നാമത്തെ ബാങ്കിൽ അടച്ച തുകയും രണ്ടാമത്തെ ബാങ്കിൽ അടച്ച തുകയും കണ്ടുപിടിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കുറേ സ്റ്റെപ്സ് നമുക്ക് ഇപ്പം തോന്നും. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടും ഒരുപാട് കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യണം? അങ്ങനെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണുക. വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ചിരി കത്തും. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു കൂടെ എൻ്റെ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ റഫ് ബുക്കിൽ, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വെറുതെ കണ്ടുകൊണ്ടിരുന്ന് മനസ്സിലാവില്ല. ഓക്കെ ആണോ? അപ്പം നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം? ഒന്നുകൂടെ കണ്ടിട്ട് വ്യക്തമായി മനസ്സിലായിട്ട്, ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. ഒന്നുപോലെ നേരിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ട്യൂഷന് ജോയിൻ ചെയ്യാം കേട്ടോ. ട്യൂഷൻ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജൂലൈ 1-ാം തീയതി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ജോയിൻ ചെയ്യണേ. ഓക്കെ. ട്യൂഷന് ജോയിൻ ചെയ്യാൻ നന്നായി പഠിക്കുന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. നന്നായിട്ട് എന്ത് ചെയ്യണം? ആ ആഴ്ചയിലെടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ശനിയാഴ്ച ഞായറാഴ്ച എന്ത് ചെയ്യും? ഒരു കുഞ്ഞൊരു എക്സാം പോലെ വെക്കും. വലിയ എക്സാം ഒന്നല്ല, ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആ എക്സാം അറ്റൻഡ് ചെയ്യുക. എന്ത് ചെയ്യുക? എക്സാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പോലെ ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതിയേ. ഫീസ് വരുന്നത് വെറും 200 രൂപയുള്ളൂ മാസം. അപ്പോൾ എന്ത് ചെയ്യും? ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണേ. മനസ്സിലായവരെ ഒരു ഹാർട്ട് സൈനൊക്കെ ഇട്ടണം കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഓക്കെ കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്തത് ജോഗ്രഫി എടുക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേര് ജോഗ്രഫി എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇന്നലെ കിട്ടി. ഞാൻ ഒരുപാട് തപ്പിയിട്ട് ടെക്സ്റ്റ് ബുക്ക് കാണാണ്ടായിരുന്നില്ല. PDF ഇപ്പം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ജോഗ്രഫിക്കായിട്ട് വരാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം. ഓക്കെ. സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ടാറ്റാ.